അസമിലെ പ്രളയത്തിൽ മരണം 52ആയി. അസമിലെ 29 ജില്ലകൾ പ്രളയബാധിതമാണ്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. അസമിലും അരുണാചൽ പ്രദേശിലും മേഘാലയയിലും അതിശക്തമായ മഴ തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് റെഡ് അലർട്ട് തുടരുകയാണ്. മഴ ശക്തി ആർജിച്ചതോടെ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മണ്ണിടിച്ചിൽ വ്യാപകമായി. ആ റിപ്പോർട്ട് ഇപ്പോൾ കാണാം. അതിശക്തമായ മഴയ്ക്കൊപ്പം ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും കൈവഴികളും കരകവിഞ്ഞൊഴുകി 21 ലക്ഷത്തിലധികം ജനങ്ങളാണ് ദുരിതത്തിലായത്. നൂറുകണക്കിന് വീടുകൾ പൂർണ്ണമായും തകർന്നു. കൃഷിനാശം ചെറുതല്ല. കന്നുകാലികളും വളർത്തുമൃഗങ്ങളും വ്യാപകമായി ചത്തു. ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. കാസിരംഗ ദേശീയോദ്യാനം പൂർണ്ണമായും മുങ്ങി. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ദുരിതബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സന്ദർശിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകുമെന്നും പ്രളയബാധിതർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. अभी असम में बाढ़ का स्थिति सुधर गया है और पानी कम हुआ है, लेकिन जहाँ जहाँ एम्बैंकमेंट ब्रिज हो गया उधर का लोगों का परेशानी बना हुआ है. हम कोशिश कर रहे हैं जितना हो सकता है सबको मदद करने का. അസമിന് പുറമെ അരുണാചൽ പ്രദേശിലും മേഘാലയയിലും അതിശക്തമായ മഴ തുടരുകയാണ്. സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര തുടങ്ങിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ മഴ നാശം വിതച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മണ്ണിടിച്ചിൽ വ്യാപകമായതോടെ റോഡ് ഗതാഗതമാകെ താറുമാറായി. ചണ്ഡിഗഡ് മണാലി 4 വരി പാതയിൽ പോലും വിള്ളൽ സംഭവിച്ചു. ഏതാനും ദിവസം കൂടി അതിശക്തമായ മഴ ഈ മേഖലകളിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ജനം, ഡൽഹി.